അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം നമ്മുടെ ഡിന്നർ പ്രിപ്പറേഷനും പിന്നെ രാത്രിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കുക. അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഇവിടെ വൈകിട്ട് ചായ അങ്ങനെ ആരും കുടിക്കില്ല കേട്ടോ. ഇക്കുള്ള ദിവസങ്ങളിൽ മാത്രമേ ചായ ഇടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചായ അങ്ങനെ ഞാനും കുടിക്കില്ല, മക്കളും അങ്ങനെ ചായ കുടിക്കില്ല കേട്ടോ. അപ്പം ഉറങ്ങി എഴുന്നേറ്റിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഞാനിവിടെ സ്വീറ്റ് കോൺ ഒന്ന് ജസ്റ്റ് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിൽ സ്വീറ്റ് കോൺ ഇട്ടിട്ടതിന് ശേഷം 2 വിസിൽ കേട്ട് വിസിൽ റിലീസ് ആകുമ്പോഴേക്കും നമ്മുടെ സ്വീറ്റ് കോണൊക്കെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ആക്കുന്ന സമയത്ത് അസാനും ഐസായും ഒക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഇൽഹാനും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 പേരും കൂടെ അവിടെ ഭയങ്കര കളിയൊക്കെ ആട്ടോ. ഇൽഹാനാണെങ്കിലും ഇതന്നെ ഉറക്കം എഴുന്നേറ്റ് നേരെ കളിക്കാനായിട്ട് ഇങ്ങോട്ട് വരും. അങ്ങനെ ഇപ്പോൾ ഈ ഒരു ടയർ ഷൂസ് ഇട്ടിട്ടുള്ള പ്രാക്ടീസാണ് ഇപ്പോൾ ഫുള്ള്. നമ്മുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് മേടിച്ചു കൊടുത്ത ഈ ഒരു ടയർ ഷൂസ് ഇട്ടിട്ട് ഫുള്ള് പ്രാക്ടീസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരുവിധമൊക്കെ ഒന്ന് പഠിച്ച് എടുത്തിട്ടുണ്ട് അവൻ സ്വന്തമായിട്ട് തന്നെ. അപ്പോൾ അവർ കളിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ ഇനിയിപ്പം ഡിന്നറിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കോൺഫ്ലവറും പിന്നെ കുറച്ച് എന്താ പറയുക ഗരം മസാലയൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചിക്കൻ ചില്ലി ഉണ്ടാക്കാനും പിന്നെ പാക്കറ്റ് പൊറോട്ട വാങ്ങിയതിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഈ ഒരു ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മസാല നല്ലതുപോലെ പിടിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് തന്നെ ക്ലീൻ ചെയ്ത് മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആക്കാനായിട്ട് വെച്ച സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കും കേട്ടോ. അതിന് വേണ്ട വെജിറ്റബിൾസൊക്കെ. അപ്പം ചിക്കൻ ചില്ലി ആകുമ്പോഴത്തേക്കും ആക്ച്വലി പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യുമല്ലോ. സവാളയിൽ നിന്ന് ഒരുപാട് വഴഞ്ഞിട്ട് ഒന്നും വരും വേണ്ട, പെട്ടെന്ന് തന്നെ പണി കഴിയുകയും ചെയ്യും. ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചിക്കൻ ചില്ലി എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് ഇങ്ങനെ കട്ടാക്കി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും ചെറിയ പോലത്തായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 മീഡിയം സൈസിലുള്ള സവാളയാട്ടോ എടുത്തേക്കുന്നത്. അതും ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട്, ഒരുപാട് ചെറുതാക്കണ്ട, ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം, അതും ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. പിന്നെ 2 ഗ്രീൻ ചില്ലിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇതിന് വെജിറ്റബിൾസായിട്ട് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ സ്പ്രിങ് ഓണിയനൊക്കെ ആഡ് ചെയ്യും. ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്പ്രിങ് ഓണിയൻ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ആഡ് ആക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസൊക്കെ ആ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് കട്ടാക്കിയിട്ട് എടുക്കുവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോസ് കൂടുതൽ റെക്കമെൻഡിലേക്ക് പോവുള്ളൂ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറന്നു പോകും ലൈക്ക് ചെയ്യണ കാര്യമൊക്കെ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളാണെങ്കിലും വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലൈക്ക് ചെയ്യാനൊക്കെ മറന്നു പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മളെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയും നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. അപ്പം വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ടാക്കി റെഡിയാക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ ഒരു സമയത്ത് ഫസ്റ്റ് ബാച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് പിന്നെ നെക്സ്റ്റ് ബാച്ച് ഫ്രൈ ആക്കാനായിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാനിപ്പം കുറച്ച് നല്ല ഡീപ്പായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണല്ലോ. അപ്പം ചിക്കനൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അതൊക്കെ ഒന്ന് കോരി മാറ്റുക കേട്ടോ. ഇപ്പോൾ ഇവിടെ കളിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കോണിൽ ഞാനൊന്ന് കുക്കറിൽ നിന്ന് ആവിയൊക്കെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കർ ഞാൻ മാറ്റി അടപ്പൊക്കെ മാറ്റി ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് കോണൊക്കെ മാറ്റി വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിലിട്ടതിന് ശേഷം അതിലേക്ക്
നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കും ജിഞ്ചറും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് ജസ്റ്റ് പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ആ സവാള ഇട്ട് കൊടുക്കുക. സവാള ജസ്റ്റ് ഒന്നിങ്ങനെ വാടി വന്നാൽ മതി കേട്ടോ. ഒരു കടിക്കാനായിട്ട് കിട്ടണം, ഓവറായിട്ട് ഇങ്ങനെ കുഴയൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഞാൻ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം ചിക്കനിലും ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കോണൊക്കെ തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം അവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഐസ വന്നിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കോണിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് 2 പച്ചമുളകും പിന്നെ ഒരു ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാപ്സിക്കവും ഒരുപാട് വെന്ത് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇനിയിപ്പം ആ ഒരു പാത്രങ്ങൾ ആ ഒരു എന്താ പറയുക മാരിനേറ്റ് ചെയ്ത് വെച്ച പാത്രവും എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കുക കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എല്ലാം കൂടെ നല്ലപോലെ കൂടിക്കിടക്കും. അപ്പം അപ്പോഴപ്പോഴുള്ളതങ്ങ് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഫുള്ള് പാത്രങ്ങളും എല്ലാം കഴുകി ആ ഒരു സമയം കൊണ്ട് എല്ലാം വൃത്തിയാക്കിയിട്ടൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കോൺഫ്ലോറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് വെക്കുക കേട്ടോ. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് കുറച്ച് ഗ്രേവി കിട്ടാനായിട്ട്. പിന്നെ ഇനി ഈ ഒരു സവാളയും ക്യാപ്സിക്കും ഒക്കെ വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് സോയ സോസും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചില്ലി സോസ് വേണമെന്നുള്ളവർക്ക് ആഡാക്കാം, ഞാൻ ആഡാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണ്ടവർക്ക് ഡ്രൈ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഗ്രേവി ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഒരു കോൺഫ്ലവർ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതൊഴിച്ച് ചെറുതായിട്ടൊരു കറി രൂപത്തിൽ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് പഞ്ചസാരയും കൂടെ, നമ്മൾ ചിക്കൻ ചില്ലിയൊക്കെ കഴിക്കുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ചില്ലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം പാക്കറ്റ് പൊറോട്ടയും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പം ഞാൻ വാങ്ങിയതിലൊരു കോയിൻ പൊറോട്ട ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചൂടാക്കിയിട്ട് ഇനിയിപ്പം മക്കൾക്ക് കൊടുക്കുവാണ്. അപ്പം ഞാൻ ഇക്ക വന്നിട്ട് കഴിക്കില്ല കേട്ടോ. അപ്പം മക്കൾക്ക് ഈ ഒരു സമയത്ത് പെട്ടെന്ന് ഫുഡ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അസാന് വലിയ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ഇരുന്ന് കഴിച്ചോളും. പിന്നെ ഐസയാണ് വലിയ പ്രശ്നം. അപ്പം ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കയ്യിൽ വാങ്ങിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കൊടുക്കാൻ പോയപ്പോഴേക്കും വേണ്ട ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാങ്ങിയിരിക്കുന്നുണ്ട്. കഴിക്കില്ല. ഒരു 2 വട്ടമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ എഴുന്നേറ്റ് ഓട്ടം തുടങ്ങും. ഇനി ഉമ്മി തന്നാൽ മതി എന്നും പറഞ്ഞിട്ട് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങും കേട്ടോ. അങ്ങനെ പിന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പം ബാലൻസുള്ള കറി ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതുപോലെ കുറേ പാത്രങ്ങൾ വീണ്ടും ഉണ്ടാവും കേട്ടോ. ചിക്കൻ ചില്ലി ഉണ്ടാക്കിയതും കഴിച്ചതും ഒക്കെ ആയിട്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഫുള്ള് കിച്ചണൊന്ന് ഇനിയിപ്പം ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തേക്ക് വന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഫുള്ള് ഇനിയിപ്പോൾ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കണം. പാത്രങ്ങളിലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുന്നതാണ് കിച്ചൺ ക്ലീനിങ്ങിൻ്റെ ആ ഒരു എന്താ പറയുക സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. കഴിച്ച് കഴിഞ്ഞ് ഫുള്ള് പാത്രങ്ങളും കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലീനാക്കി കൊടുക്കും കേട്ടോ. പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇനിയിപ്പോൾ ആ ഒരു കൗണ്ടർ ടോപ്പും ആ ഒരു ഏരിയയും പിന്നെ ആ ഒരു വാളിലൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുക്കുക കേട്ടോ. അവിടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പാത്രമൊക്കെ കഴുകുമ്പോൾ വെള്ളമൊക്കെ വീഴുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എല്ലാം തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാം വൃത്തിയാക്കിയിട്ട് കിടന്നു കഴിഞ്ഞാൽ പിന്നെ രാവിലെ സമാധാനം ഉണ്ടല്ലോ, വന്ന് ജസ്റ്റ് കുക്കിംഗ് മാത്രം ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഫുള്ളൊന്ന് വാളും ആ ഒരു ഏരിയയും ഒക്കെ ഒന്ന് ക്ലീനാക്കി ഇടുന്നുണ്ട് കേട്ടോ. കൗണ്ടർ ടോപ്പും പിന്നെ ആ ഒരു സിങ്കും എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ ഇടുക കേട്ടോ.
ഇനിയിപ്പോൾ ഒരു കുക്കിംഗ് റേഞ്ചും കൂടെ ഒന്ന് ക്ലീനാക്കി ഇടുവാണ്. ഞാനിങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലിൽ ഡിഷ് വാഷിംഗ് ലിക്വിഡും പിന്നെ കുറച്ച് വിനെഗറൊക്കെ കൂടി ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇതൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് ഒന്നിങ്ങനെ വൈപ്പ് ചെയ്യുമ്പോഴേക്കും നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. പിന്നെ ഇടയ്ക്ക് മാത്രം ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാത്തപ്പോൾ എപ്പോൾ കുക്കിങ് കഴിഞ്ഞാലും ഇങ്ങനെ ക്ലീനാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പം കുക്കിംഗ് റേഞ്ചും കാര്യങ്ങളും എല്ലാം ക്ലീനാക്കി വൃത്തിയാക്കുവാണ്. അപ്പോൾ ഇക്ക വന്നപ്പോഴേക്കും ഇങ്ങനെ ഈ ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേ ബബിളിലൊക്കെയുള്ള ജ്യൂസ് ഉണ്ടല്ലോ, അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. കൊണ്ടുവന്നപ്പോൾ തന്നെ അസാനും ഐസായും പകുതി അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഞാനും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം രാത്രിയത്തേക്ക് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വെക്കാം കേട്ടോ. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കിച്ചണൊക്കെ ക്ലോസ് ചെയ്തിട്ട് കിടക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും ആൻഡ് ടേക്ക് കെയർ.